മതിയതേ. ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ നനച്ചുള്ളിപ്പണീൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷമൊക്കെ ആയിട്ടാണ് കേട്ടോ. ഫസ്റ്റത്തെ നനച്ചുള്ളിപ്പണി വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഒരുപാട് ആളുകൾ യെസ് എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും നനച്ചുള്ളിപ്പണി വീഡിയോകൾ വേണം, ഡെയിലി വീഡിയോ ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലീനിങ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് രണ്ടാമത്തെ നനച്ചുള്ളി ഡേക്ക് പോണീൻ്റെ മുന്നേ ആദ്യം നമുക്ക് ലഞ്ചിനുള്ള പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ ബീഫ് വരട്ടണം. അപ്പോൾ അതിനുള്ള അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇന്നിപ്പോൾ മക്കളൊക്കെ പെരിയിലുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നനച്ചുള്ളിക്ക് ഓലും ഇൻക്ലൂഡ് ആകേണ്ടത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് ബീഫ് വരട്ടും മൈക്ക് നല്ല മോര് കറിയാണ് കേട്ടോ. നമ്മളെ തൈര് വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ആ മോര് കറി. ഉണ്ടാക്കാനും ആണെങ്കിൽ സിമ്പിളാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ അത് ഉണ്ടല്ലോ ബീഫിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അത് അടാറ് കോമ്പിനേഷനുമാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ലഞ്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾ വേഗം കുക്കിംഗ് പരിപാടി അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ക്ലീനിങ് വ്ളോഗൊക്കെ കിടക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ സെക്കൻഡ് ബെഡ്റൂമാണ് കേട്ടോ. ആദ്യം നമ്മൾ മറ്റേ ബെഡ്റൂമാണല്ലോ തീർത്തത്. അപ്പോൾ അജു പതിവ് പോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള സകല സാധന സാമഗ്രികളും എടുത്ത് താഴത്ത് കിട്ടാൻ നിൽക്കണം കേട്ടോ. കൊതുകുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തല വലയിലിട്ടതാണ്. ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, മറ്റേ കിളികൾ കൊത്താതെക്കാൻ വേണ്ടി കണ്ട് വലയിലിട്ടേക്കണേ, അന്നമാതിരി വലയിലിട്ടതാണ്. അപ്പോൾ അതിന് പോലത്തെ സാധനങ്ങളൊക്കെ വലിച്ചിട്ട് ശരിയാക്കുന്നുണ്ട് അജു. അപ്പോൾ തന്നെ നമ്മൾ ഇവിടുത്തെ ഡ്രസ്സൊക്കെ മാറ്റിട്ടോ. ഇത് മാറ്റൊന്നും ആണെന്നില്ല, ഇതിന് മുകളിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു കർട്ടൻ പോലെ മറച്ചാൽ ഇതിമക്ക് പൊടിയൊന്നും ആവുന്നില്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറാലകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ തുണികളൊക്കെ ഞാൻ അതേപോലെ കൊണ്ടുപോയി വെക്കുകയാണ്. കാരണം ഇത് മടക്കി വെച്ചാൽ അതേപോലെ അതേമാതിരി ഇങ്ങനെ തിരിച്ചു കൊടുത്തേക്കാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ റൂമിൽ ഒരു ബാത്റൂം ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ വരിക. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കാർഡ്ബോർഡ് ബോക്സസ് ഉണ്ട് കേട്ടോ. അതായത് ഈ ചുരുക്കില്ലേ, ഈ ആ ഗാരണ്ടി കെറ്റിലിൻ്റെ ഈ ഒരു പെട്ടി കണ്ടല്ലോ, എന്തോ ഒരു ചുരുക്കം കാണാൻ. ആ ചുരുക്കുണ്ട് കാണാൻ അങ്ങനെ ഞാൻ പാതിച്ചതാണ് കേട്ടോ. പിന്നെ ഫ്ലിപ്പിൻ്റെ കുറേ പെട്ടികളുണ്ട്. ഈ ഫ്ലിപ്പിൻ്റെ അട്ടപ്പെട്ടികളൊക്കെ ഇവർ തിരിച്ചെടുക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമാണ്. ഇഷ്ടംപോലെ പെട്ടികളുണ്ട്. കാരണം ഞാൻ അധികം ഓൺലൈനിൽ ഓർഡർ ചെയ്യണത് അതും ഉണ്ടാവും. പിന്നെ പ്രൊമോഷൻസ് ആയിട്ട് നമുക്ക് ഓരോ പ്രൊഡക്റ്റുകൾ വരുന്നത് അതിൻ്റെതും ഒക്കെ ഉണ്ടാവും. ഒക്കെ ഞാൻ വലിയ ആ ഒരു അതിൻ്റെ ഉള്ളിലൊരു അലമാരുണ്ട്, അതിൻ്റെ സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ അങ്ങനെ കൊണ്ടുപോയി അങ്ങോട്ട് തിരികെ വെക്കും. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ നനച്ചുള്ളി പണിയുള്ള സമയത്ത് ആണ്, ഇടയ്ക്കൊന്ന് തട്ടിക്കൊട്ടുന്ന സമയത്താണ് അതൊക്കെ വലിച്ചിടല് കേട്ടോ. ഇന്നിപ്പോൾ മക്കളില്ലതുകൊണ്ട് ഇതിപ്പോൾ ഓല സാധനങ്ങളൊക്കെ വെക്കുന്ന റൂമും കൂടിയാണ്. ഓല ബുക്കുകളും ഓല ഡ്രസ്സുകളും ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ ഓല ബുക്കുകളൊക്കെ വേണ്ടതൊക്കെ എടുത്തിട്ട് വേണ്ടാത്തതൊക്കെ ഒഴിവാക്കാനൊക്കെ ഓലോട് തന്നെ പറഞ്ഞത് കേട്ടോ. അപ്പം ഇന്ന് ഓൾക്ക് സ്കൂളില്ലാത്ത ദിവസം എനിക്കറിയാം ഓലെ കൂട്ടിയാൽ ചിലപ്പോൾ ഇരട്ടിപ്പണി ആക്കി തരും എന്നൊക്കെ ഉള്ളത്. പക്ഷെ എന്നാലും ഓല സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ എടുക്കുമ്പോൾ അത് എനിക്ക് വേണ്ടീനു, ഇത് ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളയിക്കാരം വരുമ്പോൾ. അപ്പോൾ പിന്നെ ഓലോടെ തന്നെ ഒക്കെ എടുത്തൊക്കെ പറഞ്ഞാൽ എനിക്കത് കുറച്ച് പണിയാവും, കുറച്ച് ഇരട്ടിപ്പണിയാവും. കണ്ടോ, ഇതേപോലത്തെ പണി ഇടയ്ക്കിടയ്ക്ക് കിട്ടും. ഇതൊരു തൽക്കണ്ണിൻ്റെ തൽക്കണ്ണിൻ്റെ ഉള്ളത്തെ സാധനം കേട്ടോ. ഇതൊരു 3 കൊല്ലം മുന്നേ നമ്മൾ ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടേനെ കേട്ടോ. കാണാൻ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല തോന്നും, കാണുമ്പോൾ ഒരു പാറ്റ പോലെയാണ്. പക്ഷേ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, ഇപ്പോൾ 2-3 വർഷം ആവാനായി അത് വാങ്ങിച്ചിട്ട്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ. അതിൽ അജുവിൻ്റെതും സെനുവിൻ്റെതൊക്കെ പേരിടുന്ന ഡ്രസ്സുകളും അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഓല് കഴുകാന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ ഓൽക്കുള്ളതൊക്കെ ഞാൻ വിരിച്ചെടുക്കുകയാണ്. ഓല് അതിൻ്റെ ഉടൽ ഒരാൾ, പിന്നെ അതിൻ്റെ ആ കൊട്ട വേറെ ഒരാൾ കഴുകുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓല് അത് ഓലെന്നെ തരം തിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ വല്ല ലീവിൽ ഈ സമയം എന്തെങ്കിലുമൊക്കെ പണിക്ക് കൂടി തരുമ്പോൾ ഞാൻ ഓൾക്ക് വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ. കാരണം ഇന്നത് ചെയ്താൽ ഇന്നത് തരാം, അല്ലെങ്കിൽ ഓൾക്ക് ഇഷ്ടപ്പെട്ട മുട്ടായി തരാം, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കളറിംഗ് ബുക്കോ എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വാഗ്ദാനങ്ങൾ ഞാൻ കൊടുക്കേന്. കാരണം ഓൾക്ക് ഇഷ്ടത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ പിന്നീട് ഓലത് മുതലെടുക്കൽ തുടങ്ങി. കാരണം ഓല് എന്നോട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി, അത് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഇന്നത് വാങ്ങിത്തരുമോ, അത് ചെയ്തു തരുമോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ പിന്നെ ഞാനേ എന്ത് ചെയ്തു വെച്ചാല് ഞാനൊരു അടവിറക്കി.
4 നേരം തിന്നാൻ തരുന്നതിനും പിന്നെ വെച്ചുണ്ടാക്കി തരുന്നതിൻ്റെയും അതേപോലെ തന്നെ ഡ്രസ്സ് അലക്കി തരുന്നതിനും കണക്ക് ഞാൻ ഒരു ബുക്കിൽ എഴുതി വെക്കാം. നിങ്ങൾ വലിയതായിട്ട് പഠിച്ച് ജോലിയൊക്കെ ആയിട്ട് എനിക്ക് ആ കടം വീട്ടിൽ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു നമ്പർ അങ്ങോട്ട് ഇറക്കി. അപ്പോൾ ഒരു പറഞ്ഞു എന്നാൽ പിന്നെ വേണ്ട, പൈസയൊന്നും വേണ്ട എന്നൊക്കെ പറയും. എന്നാലും വല്ലാണ്ടൊക്കെ ഇങ്ങനെ കൂട്ടി തരുമ്പോൾ ഞാൻ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ചിലപ്പോൾ വാങ്ങിക്കൊടുക്കുക എന്നല്ലാതെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ചട്ടക്കടലാസ് ഉണ്ടായിന് കേട്ടോ. അപ്പം ഇനി ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കണില്ല, ഇതൊക്കെ ഞാനൊക്കെ ഇതുപോലെ ചവിട്ടി പരത്തി ഇതാക്കി തന്നിട്ടുണ്ട് കേട്ടോ മക്കള്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടി ഇതാക്കി ഒരു മൂലൊക്കെ കൊണ്ടുപോയിടും. അകത്തല്ല കേട്ടോ, പുറത്ത്. പയ്യതാരൊക്കെ വരുമ്പോൾ ഓൽക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത്രയും ചട്ടക്കടലാസ് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിന് കേട്ടോ. ഞാൻ പിന്നെയും അവിടെ നിന്നോട്ടെ, എന്തെങ്കിലുമൊക്കെ ആവശ്യം വരാമല്ലോ ജയിച്ചിട്ട് ഞാൻ എടുത്തേക്കണാണ് കേട്ടോ. പിന്നെ ഇവിടെ ക്ലീനിങ് പരിപാടി കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിയമോള ഓരെ കണ്ടപ്പോഴേ മറ്റേ ആട് ടൂവിലെ വിനായകൻ്റെ ഓരോ കാര്യം കേട്ടോ. ഓലേതായാലും വർത്താനൊക്കെ പറഞ്ഞ് കുറേ അധികം സോപ്പൊക്കെ പതപ്പിച്ച് ഓല അതിൽ എൻജോയ് ചെയ്ത് ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ കൂടി തരുമ്പോൾ നമുക്കും തന്നെ കുറച്ച് ആശ്വാസമാണ്, അത്രയും ചെയ്യണ്ട എന്നുള്ളൊരു ആശ്വാസം. പിന്നെ ചില സമയത്ത് ആ ഇല്ല പണി ചിലപ്പോൾ എനിക്ക് അപ്പുറത്ത് ഡബിൾ ഇരട്ടി പണിയാക്കിയും തരും. അതൊന്നും ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും നോലിൻ്റെ കൂടെ സഹകരിക്കാൻ തയ്യാറായി വന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് നോൽക്കും കുറച്ചൊക്കെ പണിയൊക്കെ കൊടുക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ റാക്കിൻ്റെ മുകളിൽ അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഉള്ളത് ഒക്കെ എടുത്ത് വെച്ച് ഇനിയിപ്പോൾ ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കട്ടെ കേട്ടോ. ഈ റൂമിൻ്റെ ഉള്ളിൽ കട്ടിലൊന്നുമില്ല, അതുകൊണ്ട് കട്ടില തൊത്തി കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ഈ ക്ലീനിങ് വീഡിയോ ഷൂട്ട് ചെയ്യൽ ഒരു ദിവസത്തെ മെനക്കേടാണ് കേട്ടോ എനിക്ക്. കാരണം ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് ഇതാക്കി പിന്നെ ഇവലെ പ്രഹസനങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ നടക്കണതുകൊണ്ട് ഒരു 3 മണി വരെയൊക്കെ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകും. അതാണ് പിന്നെ ഡെയിലി ഒന്നും വീഡിയോ ഇടാനൊന്നും പറ്റാത്തത് കേട്ടോ. പിന്നെ നമ്മളെ ഫാനൊക്കെ ഒന്ന് പൊടി തുടച്ചെടുത്തു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേനി ഈ നനച്ച് തുടക്കുമ്പോൾ ഫാന് തുരുമ്പ് പിടിച്ചു എന്നുള്ളത്. എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, പക്ഷെ വല്ലാണ്ട് അങ്ങോട്ട് നനക്കലില്ല. ചെറിയൊരു നനവിൽ തുടച്ചെങ്കിലല്ലേ ഉള്ളൂ ആ പൊടി പോരുക. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചൊന്ന് നനച്ചുകാട് തുടക്കണത് കേട്ടോ. അപ്പം ഞാനത് തുടച്ച സമയത്ത് മറ്റോലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അജു വന്നിക്കണം കേട്ടോ. അപ്പോൾ ഓന് റാക്കുമ്മ ഇരുന്നിട്ട് അവന് അത് ആ ഫാനൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ലീഫൊക്കെ പിടിച്ചിട്ട് നല്ല വൃത്തിക്കൊക്കെ തുടച്ച് തന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇതൊന്നും ഞാൻ പറഞ്ഞ് ചെയ്യിച്ചതല്ല, ഞാൻ ചെയ്തപ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് വാങ്ങിച്ച് ഓൻ ചെയ്തതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് നമ്മളെ റാക്കുമ്മ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് തോത്തി തുടച്ച് വൃത്തിയാക്കട്ടെ. ഇതാ കണ്ടോ, ഇതാണ് ഞാൻ. പണ്ടൊക്കെ ഞാൻ യൂട്യൂബിന്റെ ഓരോ ഇവന്റ്സിനൊക്കെ പോകുകയും കേട്ടോ. ആ സമയത്തൊക്കെ ജനിക്കുട്ടനൊന്നും ഇല്ലാത്ത നേരത്തെ കേട്ടോ, നിയമോള് കുറച്ചൊക്കെ ആയിന് ആ ഒരു സമയത്ത്. അന്ന് 1-2 ഇവന്റ്സിനൊക്കെ പോയപ്പോൾ എനിക്ക് കിട്ടിയ മൊമെന്റോസ് ആണ് കേട്ടോ. നമ്മളെ പോയി പേരും ഫോട്ടോയും ഒക്കെ അല്ല ആ ഒരു മൊമെന്റോ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. ഇതൊരു മത്സരമായിട്ടോ അങ്ങനെയൊന്നുമല്ല, ആ ഇവന്റ്സിന് പങ്കെടുത്ത എല്ലാ യൂട്യൂബേഴ്സിനും കിട്ടിയ ആ കൂട്ടത്തിൽ എനിക്ക് കിട്ടിയ അതാണ് കേട്ടോ അത്. അപ്പൊ അതൊക്കെ ഒന്ന് തോതി തുടച്ച് അതേപോലെ കൊണ്ടേക്കണം. പിന്നെ നമ്മളെ സ്വർഗം, പഴയ സ്വർഗത്തിന്റെ ഒരു ഫോട്ടോ, ആ ഫോട്ടോയും ഞങ്ങൾ ഫ്രെയിം ആക്കി വെച്ച് ആണ് കേട്ടത്. അപ്പൊ അതിമേലൊക്കെ നിറച്ച് പൊടി ഉണ്ടായിനി. അപ്പൊ നനച്ച് കുളിക്കണ സമയത്ത് എല്ലാവരും അങ്ങോട്ട് കുളിച്ച് സുന്ദര കുട്ടപ്പന്മാരാക്കാം എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മളെ ടേബിളിന്റെ അവസ്ഥ കേട്ടോ. അവിടെ നിന്ന് വലിച്ചിട്ട സകല സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം. റൂമിന്റെ അവസ്ഥ പറയേ വേണ്ട, അതുക്കും മേലെ സകലതും വലിച്ചിട്ടിരിക്കണം. പിന്നെ ആ ജനലിൽ മാത്രമേ ഇപ്പൊ ഞാൻ നേരത്തെ മാറാല തട്ടിയുള്ളൂ. അപ്പൊ ഇതും ഇങ്ങനെ മാറാല തട്ടിയിട്ടിട്ടോ ഈ ജനൽ കൊണ്ട്. ഈ മാറാല കോലുകൊണ്ട് തന്നെ ജനലിന്റെ അടിയിൽ കൂടെ ഉള്ള മാറാലകൾ സിമ്പിളായിട്ട് തട്ടിയെടുക്കാൻ പറ്റും. പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ പൊട്ടുപോട് മാറാലകൾ ബാക്കി ഉണ്ടെങ്കിൽ അത് തുടക്കണ സമയത്ത് അങ്ങനെയും പോകുന്നിട്ടു. അപ്പം അതിൻ്റെ ഉള്ളിൽ ഓരോന്ന് വന്ന് പൊറുക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പൊറുക്കാനുണ്ട്. അപ്പോൾ ഓരോ തലക്കന്ന് പൊറുക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നായിട്ടൊരു മൂലക കൂട്ടിയിട്ട് ഇവല് എനിക്ക് അത് ആവശ്യമുണ്ട് ഇത് ആവശ്യമുണ്ട് ഇറങ്ങാണ്ട് കുറേ സാധനങ്ങൾ ഇവിടുന്ന് വലിച്ചുകൊണ്ടിരിക്കാണ്ട് എന്താ കാട്ടിക്കണത് ഹാളിൽ കൊണ്ടുപോയി കൂട്ടിക്കണം. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എനിക്ക് അവിടെ ഇവിടെയും പാടെ ഡബിളും ട്രിപ്പിളും ഒക്കെ പണികൾ ഇരച്ചിക്കണം കേട്ടോ. എന്നോട് മുമ്പ് ഞാനിങ്ങനെ ക്ലീനിങ് പരിപാടി ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കി കളയണം, പിന്നീട് ആവശ്യം വരും വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തേക്കരുത്. കുറച്ചധികം കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ എനിക്ക് എന്ത് സാധനം കണ്ടാലും കളയാൻ തോന്നില്ല, എന്തെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തേക്കും. എന്നിട്ട് പിന്നെ അങ്ങോട്ട് ആവശ്യം വരുമോ, അതുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിരിക്കണം കേട്ടോ. അത് ഇനിയിപ്പം അങ്ങോട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ
അപ്പം നമ്മൾ എന്തെങ്കിലും വേറെ ആവശ്യങ്ങൾ അതിനുള്ള വേറെ പരിഹാരങ്ങൾ കണ്ടെത്തും. അതിലത്രേ ഉള്ളൂ അല്ലേ. അപ്പം ആ റൂം അടിച്ചൊരു കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതാ ഈ ബാത്റൂമിൻ്റെ ഉള്ളത്ത് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. നിയമോളെ പെരയിലിടുന്ന ഡ്രസ്സ് ഇടുന്ന കൊട്ടയാണ് കേട്ടോ അത്. ഈ മീൻ കുളത്തേക്ക് ഉണ്ടല്ലോ മറ്റേ അതേപോലെ വെള്ളച്ചാട്ടം ഉണ്ടാക്കണേ അന്ന പോലെ ഈ കാരം ഓളെ ഈ ഡ്രസ്സ് ഇടുന്ന കൊട്ട ഏത് നേരം ഇങ്ങനെ കവുന്ന് നടന്ന് അതിന്നിങ്ങനെ വെള്ളം ഒഴുകണ പോലെ ഡ്രസ്സുകൾ ഇങ്ങനെ ഒഴുകി നടക്കിക്കാരം. അപ്പൊ ഇന്നിപ്പോ ഞാന് അവള് അത്യാവശ്യം ഇടുന്ന ഡ്രസ്സുകൾ മാത്രം എടുത്ത് ബാക്കിയുള്ള ഡ്രസ്സൊക്കെ ഒഴിവാക്കാൻ പോവുകയാണ് കേട്ടോ. ചിലതൊക്കെ നട കീറിയതും വലിപ്പമില്ലാത്തതും അവിടെ കീറിയതും പാവക്കുട്ടിക്ക് ഇട്ട് കൊടുക്കുന്നതും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ലത് മാത്രം എടുക്കണുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മച്ചി കുറേ സമയമായി പണിയെടുക്കണം ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഒരാൾ ഇവിടെ വന്നിട്ട് ഞാൻ ആ ഫാന് തുറക്കണമെന്നില്ലേ, അതുകൊണ്ടാണ് ഇവിടെ നിന്നെല്ലാം തുടച്ചുകൊണ്ടിരിക്കണത്. എന്തോ ഒരു ചൊറുക്കിൽ എന്റെ കോലയിൽ നിന്നോ അതിന്റെ കോലം കണ്ടെങ്കില് ഇമ്മാതിരി അലവലാതി ആക്കിയിരിക്കണ അതിനെ വാടിയൊക്കെ വളച്ച് ആകെ കെട്ടിതാക്കിയിരിക്കണം കേട്ടോ. ഇതാണ് നമ്മളെ ജനിക്കുട്ടന്റെ ഫസ്റ്റ് ഷൂ കേട്ടോ. ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ അട്ടത്തുനിന്ന് തട്ടിയെടുത്തപ്പോ ഓരോന്നും ഇങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. പിന്നെ ഈ ബാത്റൂമിന്റെ ഉള്ളില് നമ്മളെ പഴയ അലമാരുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നനച്ചൊഴിച്ചിരുന്ന സമയത്ത് എല്ലാരും ഒന്ന് നനച്ചു തൂക്കി അതിൻ്റെ ഉള്ളില് ഒക്കെ ഒന്ന് വലിച്ചിട്ട് ഒക്കെ ഒന്ന് നനച്ചൊക്കെ തുടച്ച് പിന്നെ ബാക്കി അതിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അതേപോലെ അയക്കങ്ങനെ എടുത്ത് വെച്ചു. ഇതൊക്കെ ബെഡ്ഷീറ്റുകളാണ് കേട്ടോ. ഇതൊന്നും ഒഴിവാക്കാൻ തോന്നുന്നില്ല. പിന്നെ എൻ്റെ ആ പഴയ സ്വഭാവം ഉണ്ടല്ലോ എല്ലാം എടുത്തേക്കണം. അത് ഫുള്ളായിട്ട് അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. ഇതൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് പറ്റുമല്ലോ. അപ്പം അത് വിചാരിച്ചിട്ട് ഒഴിവാക്കാതെ നിന്നാണ് കേട്ടോ. തീരെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളത്തെ കുറച്ചൊക്കെ വലിച്ചെറിഞ്ഞ് പിന്നെയൊക്കെ കുറേ ടൈൽസ് അങ്ങനത്തെ ഒക്കെ പിന്നീട് നമുക്ക് ആവശ്യമുള്ളതാണ്. പ്ലംബിങ്ങിന്റെ കുറേ ആക്രി പീക്രി സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ നമുക്ക് പ്ലംബിങ്ങിന്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ബാത്റൂം ചെയ്യാനൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ അത് ആവശ്യം വരുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടേബിളും നമുക്ക് തുറക്കണം. ഇത് നമ്മൾ ഷെഡിലായിരുന്നു നമ്മൾ ഗ്യാസൊക്കെ വെച്ചിരുന്ന ടേബിളാണ് കേട്ടോ. ഈ ടേബിൾ മേക്ക് ഓവർ നടത്തിയെന്ന് കുറേ ആളുകൾ പറഞ്ഞേനു ഇതിന്റെ കളർ മാറ്റേണ്ടില്ലേനു, ആ വുഡൻ കളർ തന്നെ മതിയേനു എന്നുള്ളത്. പക്ഷെ ഞാനൊരു പിൻട്രസ്റ്റി വൈബൊക്കെ പിടിച്ച് എനിക്ക് ഈ ഒരു കളറ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തതാണ്. നമ്മളെ പെരപ്പണിക്കൊണ്ട് നീ പെയിൻറ്റിൻ്റെ ബാക്കിയോണ്ട് തന്നെ ഒരു ദിവസം ഞാനും അജുക്കെ കൂടി അടിച്ച് പിന്നെ അതിന് മുകളിൽ വാൾപേപ്പർ ഒട്ടിച്ചതാണ് കേട്ടോ. അത് തൊട്ടടുത്തുനിന്ന് ആകുമ്പോൾ അത് ശരിക്കും അറിയും. പക്ഷെ വിട്ടുന്നാകുമ്പോൾ അത് അങ്ങനെ ഇങ്ങോട്ട് വാൾപേപ്പർ ഒട്ടിച്ചതൊന്നും തോന്നൂല. നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. ഇത് സംഗതി ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നത് കൊണ്ടാണ് കേട്ടോ. ഈ വലിപ്പിൻ്റെ അടിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞിരിക്കണം. ഞാൻ എന്നിട്ടൊരു ഫ്ലക്സ് ഒക്കെ താൽക്കാലികം ഇട്ടിട്ട് ആണ് ഇതിൽ നിയമോളതും ഇൻ്റെതൊക്കെ വളമാല അങ്ങനത്തെ കണഗുണ സാധനങ്ങളൊക്കെയാണ് അതിലിട്ടക്കല്. അങ്ങനെ ഞാൻ ആ ഫ്ലക്സ് തോത്തി തുറക്കുന്ന സമയത്താണ് ആ കാര്യം കണ്ടത്. നിങ്ങൾക്കും കാണിച്ചു തരട്ടെ. അൻപറാക്കാനെ കാട്ടിക്കണ കണ്ടോ? പൊട്ട് തൊട്ട് കൺമശി ഇട്ടെടുത്ത് ഐലൈനറൊക്കെ വരച്ച് ചുണ്ടിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് എൻ്റെ കൺമശി കൊണ്ട് നല്ലൊരു പണി എടുത്തിക്കണം. നിങ്ങൾ ഇങ്ങനെ ഒരു അൻപറാക്കാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അല്ല നിയമോൾ ഓരോരോ കരവിരുതുകളാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊളിഞ്ഞ സ്ഥലത്ത് ഈ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ വെക്കല്. അങ്ങനെ ഉള്ളിലൊന്നും ഞാൻ പെയിന്റ് അടിച്ചിട്ടില്ല, കാരണം ഉള്ളൊന്നും ഇങ്ങനെ കാണൂലല്ലോ. അപ്പൊ വിചാരിച്ചിട്ട് ഉള്ളിലൊന്നും പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ അജു വന്നു ഞാൻ എടുത്തുവെച്ചേരാന്നൊക്കെ പറഞ്ഞിട്ട് തുടച്ച സാധനങ്ങളൊക്കെ മോളത്തതുള്ളൂ കേട്ടോ ഓന് എടുത്തേക്കണ്. ബാക്കിയൊക്കെ നമുക്ക് എത്തണോടം തന്നെയാണ്. അപ്പം എൻ്റെ മൊമെന്റോകളും നമ്മളെ ഫോട്ടോയും ഒക്കെ ഇതാ ഈ ഒരു ഭാഗത്താണ് ഇപ്പൊ തൽക്കാലികം വെക്കൽ കേട്ടോ. ഇനി നമ്മളെ ഡ്രസ്സുകളൊക്കെ അതേപോലെ തിരിച്ചിട്ടേക്കാം. ഇതിൽ അധികം മിൻ്റോവും കുഞ്ഞുട്ടിൻ്റെ ഡ്രസ്സുകളും മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങളെ പുറത്ത് കിട്ടുന്നതും വീട്ടിലിടുന്നതൊക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് അധികം ഉള്ളത്. മക്കളുടെയൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഓരോ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. അതൊക്കെ അതേപോലെ അങ്ങോട്ട് തിരിച്ച് തീക്കനെ വെക്കട്ടെ കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ജനലൊക്കെ തോത്തി തുടച്ചതിന് ശേഷം ഇതൊക്കെ ചെയ്ത് വെക്കാന്നുള്ളതാണ്. പക്ഷേ കുട്ടികൾ അവിടെ ഓരോ തല വലിച്ചിടുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ എല്ലാം അതേപോലെ എടുത്ത് വെച്ചിട്ട് കണ്ടോ നിലക്ക് കണ്ടങ്ങൾ കിടക്കുന്നത് അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ തിരിച്ചെടുത്ത് വെച്ചതിന് ശേഷമൊക്കെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ജനലൊക്കെ തോട്ടി തുടക്കാന്നുള്ളത്. എൻ്റെ അടുക്ക് കുട്ടികളിതൊക്കെ കഴുകിയിട്ടിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഞാൻ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് കഴുകിയിട്ടുണ്ടേനി. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ പുറത്ത് പിന്നെ ഒരു ഒസ്വാസമൊന്നും നടത്താനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഉണങ്ങിയിട്ടുണ്ടേനി. ഓല് വെയിലത്തൊക്കെ ഓല തന്നെ കൊണ്ടുപോയി വെച്ചിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിരിക്കണം. അപ്പോൾ ഓലെ ഡ്രസ്സുകളൊക്കെ ഇട്ടേക്കണ കൊട്ടയാണിത്. അപ്പോൾ അതൊക്കെ അതേപോലെ എടുത്ത് വെക്കട്ടെ. ഇതിങ്ങനെ നമുക്കിങ്ങനെ കാലുകളൊക്കെ ഒക്കെ ഫുള്ള് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ തന്നെയാണ് വരിക.
എന്നിട്ട് പിന്നെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ. ഇത് നമുക്ക് ഈ റാക്കൊന്നും ഇല്ലാത്തവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് കേട്ടോ. ഇങ്ങനെ 4 തട്ടൊക്കെ ഉണ്ടാവും. സോറി സ്വരാജേട്ടാ, സ്വരാജേട്ടനെ കളിയാക്കി ചിരിച്ചതല്ല. ഓളാ വരവ് കണ്ടിട്ട് ചെറിയ ആ വന്നിട്ടില്ല കണ്ണോണ്ടില്ല കാട്ടിൽ കണ്ടപ്പോഴേ എനിക്ക് തന്നെ വോയിസ് ഓവർ കൊടുത്തപ്പോ ചിരി പിടിച്ചേക്കാൻ വയ്ക്കണില്ല. അപ്പൊ ഞാൻ കൊട്ടൊക്കെ എടുത്തോണ്ടെന്ന് അതേപോലെ എടുത്തു വെക്കട്ടെ കേട്ടോ. ഓലെ ഇതൊക്കെ ചെയ്യാനുള്ള മൂടൊക്കെ പോയിക്കണ്. ആരുമില്ലെങ്കിൽ ഞാൻ കൂടിത്തരുമല്ലോ ഉമ്മച്ചിക്ക് എന്ന് പറഞ്ഞിട്ട് എന്റെ സ്വത്ത് പണിയാണ് ഇട്ട് വന്നു കണ്ട് പിന്നെ ലാസ്റ്റ് ഇതിനൊക്കെ കൂടി തരുന്നത്. ഒക്കെ വലിച്ചിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ഓൽക്ക് നല്ല ഉഷാറായിനി കേട്ടോ. പിന്നെ ഞാൻ ബാക്കി ലാസ്റ്റ് ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോ ഓൽക്ക് വലിയ ഇതൊന്നുമില്ലേനി. അപ്പൊ പിന്നെ ഞാനെല്ലാം കൊണ്ടുവന്ന് എടുത്ത് വെച്ചു. അല്ലെങ്കിൽ ആ നടക്കുന്ന കുഞ്ഞാപ്പില്ലേ, കുഞ്ഞാപ്പു ഇപ്പൊ ഇങ്ങനെ നല്ല കുട്ടിയായി നടക്കണമെന്ന് നിങ്ങൾ നോക്കണ്ട. ഇടയിലൊക്കെ എന്തേലൊക്കെ വെച്ചാൽ അതൊക്കെ വലിച്ചിടാൻ ഓന് ഉസാറാണ്. അങ്ങനെ ഈ റൂമും പിന്നെ ബാത്റൂമിന്റെ ഉള്ളിലും ഒക്കെ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടാനും ഒഴിവാക്കാനും ഒക്കെ ഉണ്ടായിനി കേട്ടോ. കുറേയൊക്കെ ഞാൻ വീഡിയോയിൽ കട്ട് ചെയ്ത് കളഞ്ഞതാണ്, ഒരുപാടൊന്നും. പിന്നെ ആ ബാത്റൂമിന്റെ ഉള്ളിൽ ക്യാമറ വെച്ച് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വലിയൊരു സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഒരുവിധമൊക്കെ ഇന്ന് നല്ല പണികൾ ഉണ്ടായിരുന്നു, പക്ഷെ വീഡിയോയിൽ കാണാൻ മാത്രം അധികം പണികളൊന്നുമില്ല. അപ്പം ഞാൻ എല്ലാതും അതേപോലെ തിരിച്ചൊക്കെ എടുത്ത് വെച്ച് ഇന്ന് ജനലും കൂടി തുടക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിനി. പക്ഷെ ഒരുപാട് സമയമായി. പിന്നെ ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് കുഴങ്ങുകയും ചെയ്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, ഒന്നായിട്ടെല്ലാം പാട് ഒരുമിച്ചെടുത്തുകാണ്ട് ഒരു മൂലൊക്കെ കിടക്കണ്ട. അപ്പം ജനലുകളൊക്കെ നാളെ തോത്തി തുടക്കാന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെയാണ് വിട്ടു കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ചെയ്ത റൂമിൽ 3 വിട്ടു. ജനലുകളുടെ എണ്ണം ഇപ്പൊ ക്ലീൻ ചെയ്യാനുള്ള കൂടി വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും വേണ്ടല്ലോ, ഒക്കെ പാടെ എടുത്ത് കുഴങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് തൽക്കാലം ഞാൻ പരിപാടി അവസാനിപ്പിച്ചു. അങ്ങനെ എല്ലാതും കഴിഞ്ഞ് പിന്നെ നമ്മളെ മോര് കറിയും ബീഫ് വരറ്റും കൂട്ടിയിട്ട് നല്ല ബ്രഷ്ടാനും ഊണും കഴിച്ച് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.